പുതിയൊരു സെഷനിൽ നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഫോറസ്റ്റ് സർവീസ് ആണ്. നമ്മൾ ഏറെക്കുറെ സിവിൽ സർവീസിനെ കുറിച്ചൊക്കെ ഏറെക്കുറെ ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഫോറസ്റ്റ് സർവീസിന്റെ ചരിത്രം എന്താണെന്ന് കൂടി അറിഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ ഫോറസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് ഏറെക്കുറെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരുള്ള സമയത്ത് തന്നെ നമുക്ക് ഏറെക്കുറെ ഇതിനെപ്പറ്റി നമ്മൾ ബോധേഡ് ആയിരുന്നു ഈ ഒരു ഫോറസ്റ്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. അത് മാത്രമല്ല നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയാണ് വേൾഡിൽ ആദ്യമായിട്ട് തന്നെ ഫോറസ്റ്റ് അല്ലെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഒരു അപ്ലിക്കേഷനോ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെക്കുറെ പണ്ട് തൊട്ട് തന്നെ നമ്മുടെ ഒരു ബ്രിട്ടീഷുകാർ റൂൾ ചെയ്യുന്ന ആ ഒരു പീരീഡിൽ തന്നെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വട്ടം ചുറ്റി കളിക്കുന്നുണ്ട്. 1864 ലോർഡ് ലോറൻസിന്റെ പീരീഡിൽ തന്നെ ഏറെക്കുറെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫോറസ്റ്റ് സർവീസിനെ പറ്റി അല്ലെങ്കിൽ അതിങ്ങനെ ഒരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ള ഒരു ടോക്ക് ഏറെക്കുറെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് തന്നെ ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആയിട്ടുള്ള ഡാട്രിഷ് ബ്രാൻഡിസിനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ആയിട്ട് നിയമിക്കുകയും അദ്ദേഹം ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ ഒരുപാട് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വക വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 1867 ഇന്ത്യയിൽ ആദ്യമായിട്ട് 1864 ഇതിന്റെ ഒരു നീക്കുപോക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി 1867 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഇമ്പീരിയൽ ഫോറസ്റ്റ് സർവീസ് എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അതിനുശേഷം ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റീഫോംസും ഒരുപാട് അപ്ഡേഷൻസും അപ്ഗ്രേഡും ഒക്കെ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന എല്ലാ സർവീസിനെയും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ സിവിൽ സർവീസിലേക്കുള്ള എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു. അതുപോലെ ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്ന എൻട്രി എന്ന് പറയുന്നത് അതായത് ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് സിവിൽ സർവീസിലേക്ക് ഇന്ത്യക്കാർക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. അതായത് നമ്മുടെ ഈ ഒരു എക്സാമിന്റെ നല്ല ഇവരുടെ ട്രെയിനിങ്ങും അതായത് ഫോറസ്റ്റ് സർവീസിലുള്ള ആളുകളുടെ ട്രെയിനിങ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത് 1867 തൊട്ട് 1885 വരെ ഒരു ഫോറസ്റ്റ് സർവീസിലുള്ള ആളുകളുടെ ട്രെയിനിങ് നടന്നിട്ടുണ്ടായിരുന്നത് ജർമ്മനി ആൻഡ് ഫ്രാൻസ് എന്നിവിടങ്ങളിലായിരുന്നു, അതായത് അബ്രോഡ് കൺട്രീസിലായിരുന്നു. അതിനുശേഷം 1885 തൊട്ട് 1905 വരെ പിന്നീട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് പുറത്തൊരു കോളേജിലാണ്. ഇതാണ് റോയൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് കോളേജ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു പീരീഡിൽ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ ട്രെയിനിങ്ങും ഇതൊക്കെ നടക്കുന്നത് ഈ ഒരു കോളേജിൽ വെച്ചിട്ടാണ്. ഇതിന്റെ ജസ്റ്റ് 2 പിക്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ആദ്യത്തെ ഒരു പിക്ചർ ഇന്നത്തെ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ള 2 പിക്ചറാണ് കേട്ടോ. അതിനുശേഷം 1905 തൊട്ട് 1926 വരെ പിന്നീട് ട്രെയിനിങ് നടക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജ്, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കോളേജസ് വെച്ചിട്ടാണ്. പിന്നീടാണ് ഇതൊക്കെ അബ്രോഡ് കൺട്രിയിൽ വെച്ചിട്ട് ഇത്രയും ട്രെയിനിങ്ങും അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള പഠനമൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇവർക്ക് ഇന്ത്യയിൽ ഇതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു തോട്ടെങ്കിലും വരുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് തന്നെ 1906 ഇന്ത്യയിൽ ഒരു ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ട്. അതിനുശേഷം അവിടെ ഫോറസ്ട്രി ആയിരുന്നു മെയിനായിട്ട്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കുറച്ചുകൂടി കൊടുത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇവിടുത്തെ ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം 1927 തൊട്ട് 1932 വരെ അവിടെ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോറസ്റ്റ് സർവീസിലുള്ള ആളുകളുടെ ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഈ ഒരു അബ്രോഡ് കൺട്രീസിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇത് വേണ്ട എന്നുള്ളത് ഇതിനെക്കാളും കുറച്ചുകൂടി നമുക്ക് നാട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളൊരു ഇത് വന്നിട്ടാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് ഇവരുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് പിന്നീട് കണ്ടക്ട് ചെയ്യുന്നത്. അതിനുശേഷം 1938 ഇന്ത്യൻ ഫോറസ്റ്റ് കോളേജ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു. ഇതൊക്കെ നടക്കുന്നത് ഡെറാഡൂണിലാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന അതേ ഡെറാഡൂണിൽ തന്നെയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കോളേജും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ 1987 തൊട്ടാണ് നമ്മുടെ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമിയിൽ വെച്ചിട്ട് ഇവരുടെ ഒരു ട്രെയിനിങ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്പീരിയൽ ഫോറസ്റ്റ് സർവീസ് എന്നായിരുന്നു ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനൊരു നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ നോമൻക്ലേച്ചർ ഒക്കെ നടത്തിയത് എന്താ, ഇമ്പീരിയൽ ഫോറസ്റ്റ് സർവീസ് എന്നായിരുന്നു. പക്ഷേ 1966 നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോറസ്റ്റ് സർവീസിനെ നമ്മുടെ ഓൾ ഇന്ത്യ സർവീസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു സജഷൻ വരികയും, അതായത് 1951 ഓൾ ഇന്ത്യ സർവീസ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് 1966 ഫോറസ്റ്റ് സർവീസ് കൂടി ഓൾ ഇന്ത്യ സർവീസിലേക്ക് ജോയിൻ ആവുന്നത്. ഇമ്പീരിയൽ ഫോറസ്റ്റ് സർവീസ് എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കുന്നു, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്നാക്കുന്നു. അപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യ സർവീസിലുള്ള ബാക്കി 3 ഏതൊക്കെയാണ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആൻഡ് ഇന്ത്യൻ പോലീസ് സർവീസ്, അതേപോലെ ഇപ്പോൾ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. അപ്പോൾ ഏറെക്കുറെ ഇത് മനസ്സിലായല്ലോ. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്ന് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ടൊക്കെ അല്ലേ നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെഷനിൽ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുന്നു, അബൌട്ട് പോകുന്നു, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ ഹിസ്റ്ററി നോക്കുന്നു. ദെൻ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യവും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വ്യക്തമായിട്ട് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ ഹിസ്റ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് അതായത് മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും എന്ത്
ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം അല്ലേ, എങ്ങനെയായിരുന്നു ആദ്യം ഇതിന്റെ ഇനീഷ്യൽ ഓർഗനൈസേഷൻ എന്ന് കൊടുത്തത്. അതായത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 4 കാറ്റഗറി ആയിട്ട് ഇതിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനീഷ്യൽ റിക്രൂട്ട്സ്, എമർജൻസി കമ്മീഷൻ, ഷോർട്ട് സർവീസ് കമ്മീഷൻഡ്, ഡയറക്റ്റ് റിക്രൂട്ട്സ്, ഓൾസോ റെഗുലർ റിക്രൂട്ട്സ്, പ്രൊമോട്ടീസ്, അങ്ങനെ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇവരുടെ ഒരു കമ്പോസിഷൻ എന്നുള്ളതും ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ഇവരുടെ ഒരു സ്ട്രെങ്ത്, എങ്ങനെയാണ് പ്രൊമോഷനിലൂടെ എത്ര, റിസർവ് ചെയ്തിരിക്കുന്നത് എത്ര, ട്രെയിനിങ് റിസർവ്, പിന്നെ പ്രൊമോഷനിലൂടെ കിട്ടുന്ന പോസ്റ്റുകൾ എത്ര, ഡയറക്റ്റ് റിക്രൂട്ട് പോസ്റ്റുകൾ എത്ര, എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്ര കേഡറുകളിലേക്കാണ് ഇവർ അലോട്ട് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അരുണാചൽ പ്രദേശ്, ഗോവ, മിസോറാം ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, ഇതൊക്കെ ഒരു സെറ്റായിട്ടാണ്, IPMAT എന്ന് പറയുന്ന ഒരു സെറ്റായിട്ടാണ് ഈ ഒരു കേഡറിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി അതേപോലെ തന്നെ അത് കൂടാതെ 24 വേറെ കേഡറുകളിലേക്ക് റിക്രൂട്ട്മെന്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ കേഡർ അതോറിറ്റികൾ ഏതൊക്കെയാണ്, ദെൻ ഇവരുടെയൊക്കെ സാലറി എന്താണ്. ഇപ്പോഴത്തെ ഒരു 7th സെൻട്രൽ പേ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്ത പ്രകാരം ഇവരുടെയൊക്കെ, അതായത് ഇവരുടെ ജൂനിയർ സ്കെയിലിന് എത്ര, സീനിയർ സ്കെയിലിന് എത്ര, മാക്സിമം പോയിട്ടുള്ള പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന്റെ സ്കെയിൽ എത്രയാണ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അധികം അറിയണം എന്നുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റിൽ പോവുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, റീഡ് ചെയ്യാം. അപ്പോൾ ഈ സൈറ്റ് ഒന്ന് ഫെമിലിയർ ആക്കുക എന്നുള്ളത് കൂടിയാണ് കേട്ടോ ഇതിന്റെ ഉദ്ദേശം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ എപ്പോഴും കാര്യങ്ങൾ അറിയുമ്പോൾ കുറച്ചുകൂടി ഒതന്റിക് ആയിട്ടുള്ള സോഴ്സിലേക്ക് പോയിട്ട് അറിയുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ടാവും അല്ലേ, അവിടുന്ന് ഈ മാറ്റർ കേൾക്കും, ഇവിടുന്ന് അത് കേൾക്കും, എല്ലാം കൂടി ചേഞ്ച് ചെയ്ത് വേറൊരു അത് പറയും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് ഒറിജിനലായിട്ട് എവിടുന്ന് സോഴ്സ് കിട്ടും അവിടെ പോയിട്ട് കാര്യങ്ങൾ അറിയാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. പല കാര്യങ്ങൾക്ക്, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള, ഫോറസ്റ്റ് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മാറ്റേഴ്സും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു കോളേജിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഫോറസ്റ്റ് ഓഫീസേഴ്സിന് നടക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞു ഫൗണ്ടേഷൻ കോഴ്സിന് ശേഷം, അത് ആ ഒരു പേർപ്പസിന് ശേഷമാണ് ബാക്കിയുള്ള ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഇൻ ഡെപ്ത് അവർ പഠിക്കുന്നത് മൊത്തം ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഏറെക്കുറെ ഹിസ്റ്ററി എന്താണെന്ന് അറിഞ്ഞും ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടിക്കാണുമല്ലോ. അപ്പോൾ അത്രയും മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് ഒരു സെഷനിൽ നമുക്ക് പിന്നെയും കാണാം. ബൈ.